ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. എന്താണ് പുതിയ വീഡിയോ? രാത്രി ഭക്ഷണം, ഉച്ചഭക്ഷണം എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിപ്പോൾ ഞാൻ ഭക്ഷണം ആദ്യം കാണിച്ചു തരും, പിന്നെ കുറച്ച് നേരം സംസാരിക്കും, വീഡിയോ നിർത്തും. അപ്പോൾ ഭക്ഷണം ആദ്യം കാണുക. ഇന്ന് ഞാൻ തയ്യാറാക്കി വെച്ചത് രാത്രി ഭക്ഷണമാണിത്. ഈ രാത്രി ഭക്ഷണത്തിന് ഞാൻ തയ്യാറാക്കി വെച്ചത് ഇങ്ങനെ പച്ച സലാഡാണ്. എനിക്കിത് മതി, എൻ്റെ ആവശ്യത്തിന് ഇത് മതി. അതേപോലെ തന്നെ കോവക്ക കൊണ്ട് നല്ലൊരു ഉപ്പേരി, ടേസ്റ്റുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ മട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു 300 ml ചൂടുള്ള വെള്ളം. അപ്പം എന്താണ് ഇതന്നെ ബാക്കിയാവും, ചിലപ്പോൾ വിശക്കൂല നമുക്ക്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസം ബദാം, ലേസം വാൾനട്ട്. ഇതിൽ സമ്പത്തില്ലോലും കാണുന്നുണ്ടാവുമല്ലോ, പൈസ എല്ലോലും കാണുന്നുണ്ടാവും, സാധാരണക്കാരനും കാണുന്നുണ്ടാവും. ഞാൻ സാധാരണക്കാരനെന്നുകൊണ്ട് ഞാൻ രാത്രി എന്ത് ചെയ്തിട്ടില്ല, ബദാമും കാര്യം വെച്ചിട്ടില്ല. ഞാൻ പകല് മാത്രമേ ആ ബദാമും വാൾനട്ടും കഴിക്കാറുള്ളൂ. കാരണം എൻ്റെ സാമ്പത്തിക ശേഷി അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ബദാം, സാമ്പത്തിക ശേഷി ഇല്ലോ കുറച്ച് ബദാമും കൂടി കഴിച്ചാൽ തീരെ വിശക്കൂല. ബദാമും വാൾനട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് വിശക്കില്ല. പിന്നെ ഇതിലിപ്പോൾ കാണിച്ചെന്ന പച്ചക്കറി, മറ്റേ കോവക്ക, അതും പച്ചക്കറിയാണ്. മട്ടന്, അത് പിന്നെ ബീഫാണ്. എന്തുകൊണ്ടാണ് ഈ മട്ടനും ബീഫും മീനും ഇത് കഴിക്കാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, അതിൽ അടങ്ങിയ നാച്ചുറൽ ഫാറ്റും, പിന്നെ നമ്മൾ രാവിലെ കഴിക്കുന്ന കോഫിയിലുള്ള ഫാറ്റും, പിന്നെ നമ്മൾ കഴിക്കുന്ന വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ഫാറ്റും, അതേപോലെ തന്നെ നെയ്യാണെങ്കിൽ നെയ്യ്, വെളിച്ചെണ്ണ, പിന്നെ ബട്ടറാണ് ബട്ടർ. ഇതിൻ്റെ ഫാറ്റ് ആണ് നമ്മൾക്കൊരു ദിവസം നമ്മളെ ശരീരത്തേക്ക് കിട്ടുന്നത്. ആ ഫാറ്റ്, നാച്ചുറൽ ഫാറ്റ് നമുക്ക് അത്യാവശ്യമാണ്. ഇനി ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു രോഗിയാണേനും എന്നാൽ ഇറച്ചി മീൻ ഇങ്ങനത്തെ കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. മറ്റേത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബട്ടർ കോഫിൻ്റെ അളവ്, അത് നാച്ചുറൽ ഫാറ്റ് ആയതുകൊണ്ട് 15 ഗ്രാം ഉള്ളത് 25 ഗ്രാം ആക്കിയിട്ട് ഒരു 3 നേരങ്ങൾ കോഫി കുടിച്ചാൽ മതി. 15 ഗ്രാം ഒരുമിച്ചിടാതെ അതിനെ നിങ്ങൾ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഇറച്ചി മീനും തിന്നാതെ തന്നെ അതിൻ്റെ ഫാറ്റ്, ഒറിജിനൽ ഫാറ്റ് നിങ്ങൾക്ക് അതിന് കിട്ടി. പിന്നെ നിങ്ങൾ വെളിച്ചെണ്ണ, നെയ്യ് ഉപയോഗിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഫാറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഫാറ്റ് കറക്റ്റായിട്ട് വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഇഷ്ടാട്ടോ. ഇതാണ് രീതി. ഇത് ചെയ്തിട്ടാണ് എനിക്ക് മാറിയിട്ടുള്ളത്. രണ്ടാമത്തെ, ചില ആൾക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെ ബട്ടറും ഇങ്ങനെ നെയ്യും, നല്ല നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരേമാതിരി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടൂല. ഈ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കൂടൂല, കുറയില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ആ പഠനം ഞാൻ നടത്തിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കും, അത് നിങ്ങൾ കേട്ടാൽ മതി. ഇപ്പോൾ ഇതൊക്കെ പാടെ പറഞ്ഞാൽ വീഡിയോ നീണ്ടുപോകും. കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, പറയുന്ന എനിക്കും ബുദ്ധിമുട്ട്, എനിക്കാണെങ്കിൽ വിശക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കഴിച്ചിട്ട് ആദ്യം ലേശം ചുടുവെള്ളങ്ങൾ കുടിക്കുക. ലേശം, മുഴുവനും ചുടുവെള്ളപ്പം കുടിക്കരുത്. വളരെ ലേശം, ഈ കൊല്ലിന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളപ്പം കുടിക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 300 350 വെള്ളം, ചൂടുള്ള വെള്ളം, മേടിയ ചൂട്, കുടിക്കാൻ പാകത്തിന് അത് കുടിക്കണം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു കട്ടൻ ചായ കുടിക്കണമെങ്കിൽ ലോങ് 2 ഏലക്ക മറ്റേ കറാമ്പ് കൂട്ടുകയാണ്, അത് വേണമെങ്കിൽ ഒരു ലേസം കുടിക്കാം. മധുരം നോ. അപ്പം എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്ന് പറഞ്ഞ വീഡിയോസൊക്കെ കാണുക. ഞാൻ വീണ്ടും ഇങ്ങനെ ചെറിയ വീഡിയോസിൽ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന് ഞാൻ പറയും. അത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയാന്ന് വെച്ചാൽ, ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കിയ ആൾക്ക് വേണ്ടിയിട്ടല്ല. പുതുതായിട്ട് ആരെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ആ തെറ്റിദ്ധാരണ തിരുത്തൽ എൻ്റെ ഒരു ബാധ്യതയാണ്. അത് എനിക്കങ്ങനെ നിർബന്ധമുണ്ട്. വലിയ തെറ്റിദ്ധാരണയോട് കൂടിയിട്ട് വീഡിയോ കാണാൻ പാടില്ല. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരിപൂർണ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അപ്പം അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതിൽ എന്തേലും കൃത്രിമം നിങ്ങൾ കാണിച്ചാൽ, ഇപ്പം ഇത് തിന്നുന്ന കൂട്ടത്തിൽ കൂടെ കുട്ടികൾ കുറച്ച് ചോറ് ബാക്കിയാക്കിയിട്ടുണ്ടാവും നിങ്ങളെ മുന്നിൽ. ഇത് കുറച്ചല്ലേ എന്ന് വെച്ചാൽ അത് അതിൽ കിട്ടു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കൂടി. അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ തടസ്സം വന്നു, അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്. ഞാൻ ഓരോ വീഡിയോയിൽ ആവർത്തിച്ച് ഈ വാക്കുകൾ പറയുന്നത് എന്തിനാ അറിയങ്ങൾ,
ചെയ്യാൻ 100% ആളുകൾ നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന സാധനമാണ്. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മനുഷ്യൻ ആരാണെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം ചെയ്യുള്ളൂ. ചെയ്യണം എന്ന് പറഞ്ഞ സാധനം ചെയ്യൂല. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഭക്ഷണത്തിലും കാട്ടും. അതിന് മരുന്നാണെങ്കിൽ എന്നാൽ ഡോക്ടർ മരുന്ന് എഴുതി തന്നാലോ, ഏത് ഒരു 5 ഗുളിക എഴുതി തന്നു രാത്രി കഴിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ ഒരു മാസത്തെ ഗുളിക ഉണ്ട്, ഒരു പാത്രത്തിൽ നിറച്ച് ഗുളിക ഉണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാനൊരു 4 ദിവസത്തെ ഗുളിക ഒന്നായിട്ട് എടുത്തിട്ട് കഴിക്കാം എന്ന് തോന്നലുണ്ട്. നിങ്ങൾക്ക് തോന്നൂല, ഒരു കുറച്ച് പേടി ഉണ്ടാവും. എന്താ, അത് ആ പീസായി പോകുന്നില്ല പേടി. അതേ പേടി ഇതിലും നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത് മരുന്നാണ് കഴിക്കണമെന്നില്ല ബോധത്തോടു കൂടി ഈ ഭക്ഷണം തുടരുക. ഇതന്നെ നിങ്ങൾക്ക് ഉച്ചക്കും രാത്രിയും ഇഷ്ടത്തിന് കഴിക്കുക. രാവിലത്തെ പ്രത്യേകം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ കഴിക്കുക. അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നുള്ള വീഡിയോസ് ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അത് എന്തിനു വെച്ചാൽ പുതുതായി കാണുന്നവർക്ക് നിങ്ങൾക്ക് അലോസരായിട്ട് തോന്നരുത് വീഡിയോ. കാരണം ഇത് ചില്ലറ കാര്യമല്ല, രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെനക്കെടുന്നത്. ഏത് എൻ്റെ മാറിയതുപോലെ നിങ്ങളത് മാറണം. അതിന് കുറച്ച് മെനക്കെടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക ദയവ് ചെയ്ത്. പിന്നെ ദാമ്പത്തിക ജീവിതം ഭദ്രമാക്കുക, നല്ലതാക്കുക, സുഖമുള്ളതാക്കുക. അത് കഴിഞ്ഞിട്ടൊരു എക്സസൈസ് ഉണ്ട്. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് എന്താ അറിയോ, എക്സസൈസ് വരാണ്ട്. ആ എക്സസൈസാണ് നമ്മൾ മൊത്തത്തിൽ ഇതിനെ ഫുള്ളാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രോഗികൾക്ക് ഉപകാരമുള്ള വീഡിയോ ആയി മാറട്ടെ എന്ന്, രോഗം മാറട്ടെ എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. എവിടെ വേണമെങ്കിലും ഞാൻ അത് ഒച്ചത്തിൽ വിളിച്ചു പറയും, ഇതുകൊണ്ട് മാറുന്നില്ല. ഉറപ്പിച്ച് പറയും മാറുന്നില്ലത്, എൻ്റെത് മാറിയതുകൊണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് സംശയം ഉണ്ടാവും, എന്തേലും പറ്റൂലേ, മാറൂലേ. ധൈര്യമായിട്ട് ഞാൻ എവിടെ ഒച്ചത്തിൽ വിളിച്ചു പറയും, ഇതുകൊണ്ട് മാറുന്നില്ലത്. ഷുഗർ രോഗികൾ പേടിക്കേ വേണ്ട. പിന്നെ ദൈവത്തിൻ്റെ അടുത്തുള്ള കാര്യമാണ്. ഞാൻ ദൈവമോ ഡോക്ടറോ വൈദ്യനോ ഒന്നുമല്ല. അപ്പോൾ ഞാനെൻ്റെ സംസാരം നിർത്തുന്നു. ഏറിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക. ഗുണത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളത് പിൻപറ്റുക. നിങ്ങൾ അസുഖം മാറിയിട്ട് എനിക്കും സന്തോഷിക്കണം, എനിക്ക് കാണണം ഒരാളത് മാറിയത്. ഇപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു, എന്തോ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും ഒരു വാക്കിൽ പിഴവോ, കാരണം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാധനത്തിൽ പിഴവോ വന്നാൽ നിങ്ങൾ അത് കേട്ടിട്ട് തെറ്റായ ഒരു കമൻറ്റ് ചെയ്യരുത്. വേറെല്ലോർക്ക് അത് തെറ്റായ മെസ്സേജ് പോകും. ഞാനിത് മനഃപൂർവ്വമല്ല. വർത്താനം പറയുമ്പോൾ മനുഷ്യനാണല്ലോ ഞാനും. അപ്പം തെറ്റ് വരാം നാവിൽ നിന്ന്. തിരുത്തുക നിങ്ങൾക്ക്, അതിന് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെറിയൊരു തെറ്റുണ്ടാവും, നിങ്ങൾ തിരുത്തിക്കൊണ്ട് സന്തോഷപൂർവ്വം അറിയിക്കുക. എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് സന്തോഷമല്ലേ ഞാൻ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെ ഭാഗത്തുനിന്ന് എനിക്ക് അതന്നെയല്ലേ വേണ്ടി. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ മനഃപൂർവ്വം ആരെ ഇകഴ്ത്താനോ ഏത് പ്രൊഡക്റ്റിനെ പൊന്തിക്കാനോ താത്താനോ ഞാൻ വിചാരിച്ചിട്ടില്ല. സൺഫ്ലവർ ഓയിലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം സൂര്യകാന്തി പൂവ് എന്ന മലയാളത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. സൂര്യകാന്തി പൂവിൻ്റെ ആ കായയിൽ നിന്നാണ് സൺ ഓയിൽ ഉണ്ടാക്കുന്നത്, എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ഇംഗ്ലീഷിൽ സൺഫ്ലവർ, അതിൻ്റെ എണ്ണ ഓയിൽ ഇതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാലും ഞാൻ ആ കമ്പനീനെ പറഞ്ഞിട്ടില്ല. ആ കമ്പനിക്കാരോട് പറയാനുണ്ട്. കാരണം സൺഫ്ലവർ ഓയിലിന് പിന്നെ എന്താണ് ഇംഗ്ലീഷിൽ പറയാ, വേറെ വാക്കില്ലല്ലോ. മലയാളത്തിലാണെങ്കിൽ സൂര്യകാന്തി പൂവിൻ്റെ ബീജത്തിൽ നിന്ന്, അതിൻ്റെ വിത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണ, ഇങ്ങനെയൊക്കെ ഒരുപാട് പറയേണ്ടി വരും. പെട്ടെന്ന് സൺഫ്ലവർ ഓയിൽ. ഓക്കെ, നമ്മൾ പഠിച്ചത് അതാണ്. പിന്നെ ഞാൻ ഏതൊരു പേര് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല. പിന്നെ ഞാൻ അമുൽ ബട്ടറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ അമുൽ ബട്ടറിൻ്റെ പിന്നെ പരസ്യക്കാരനൊന്നുമല്ല ഞാൻ ചെറുപ്പത്തിലേ ബട്ടർ കഴിച്ച ഒരാളാണ്. കാരണം ഈ ബട്ടർ പറഞ്ഞാൽ ബ്രെഡിൽ തേക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അമുൽ ബട്ടറാണ് ഞാൻ അൺസാൾട്ടഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് അൺസാൾട്ടഡ്. അതിൻ്റെ ഒരു നല്ല നെയ്യിൻ്റെയൊക്കെ ഒരു ചൊവ കിട്ടും. കാരണം അതൊക്കെ എനിക്ക് തോന്നുന്നു എരുമപ്പാലിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം നമ്മൾ കേരളത്തിൽ കൂടുതലും പശുപാലാണ് കിട്ടുക. എന്നാൽ നമ്മളിവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിയാന ആകട്ടെ, പഞ്ചാബ് ആകട്ടെ, ഗുജറാത്ത്, ഇവിടെയൊക്കെ ബോംബെ ആകട്ടെ, മഹാരാഷ്ട്ര ഞാൻ കണ്ടിട്ടുണ്ട് തബേല എന്ന് പറയും. തബേല എന്ന് പറഞ്ഞാൽ ആലിയിൽ ജോഗേശ്വരി, അന്തേരി കഴിഞ്ഞാൽ ഗോരേഗ കഴിഞ്ഞാൽ ജോഗേശ്വരിയിൽ മാത്രം 100 കണക്കിന് എരുമകൾ പാല് ഉൽപ്പാദിപ്പിക്കുകയും ബോംബെ മുഴുവൻ എത്തിക്കുകയും ചെയ്യുന്ന സ്ഥലമുണ്ട്. എവിടെ? അന്തേരി കഴിഞ്ഞാൽ ജോഗേശ്വരി കഴിഞ്ഞാൽ ഗോരേഗാവ്. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, അതൊക്കെ എനിക്ക് അറിയണതാ. അപ്പം ഞാൻ പറയുന്നുണ്ട്.
ഞാൻ അറിയാത്തൊരു കാര്യം നുണ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചൂല. അത് ഞങ്ങളിനെക്കാട്ടിൽ പേടിക്കുന്നത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിച്ചുകാണ്ട് ഒരു സംഗതിയും പറയില്ല. സത്യസന്ധമായ അള്ളാഹിനെ തന്നെ സത്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് സ്വീകരിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏറിനിട്ട് നിർത്തുകയാണ്, വീഡിയോ കൊണ്ടുകൊണ്ട് നിർത്തുകയാണ്. ക്ഷമിക്കുക, സംസാരങ്ങൾ ശരിക്ക് കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് എത്തിക്കുക. നിങ്ങൾ നല്ല കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.